നമ്മളിന്ന് വന്നിരിക്കുന്നത് അങ്കിളും കുട്ടികളും എന്ന ഒരു പടം അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് GK പിള്ളയാണ്. അപ്പോൾ നമ്മളെ ഈ സിനിമയുടെ സംവിധായകനും അതുപോലെ തന്നെ ഇതിലെ അഭിനേതാവുമായ GK പിള്ള, അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. നമ്മൾ ഈ സിനിമ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റുമെന്ന് അറിയേണ്ടതാണ്. പിന്നെ ഇങ്ങനെ ഒരു ആശയം വരാനുള്ള കാരണം എന്തായിരുന്നു? കുറേ പേരൊന്നും ചോദിക്കാത്തൊരു ചോദ്യം അത്. ആക്ച്വലി എല്ലാവരും സിനിമ കണ്ടിട്ട് കൈയടിച്ച് എൻ്റെ വേറെ എന്തെങ്കിലും വശങ്ങളാണ് പറയണേ. പക്ഷേ എൻ്റെ ഒരു ലൈഫ്, ഞാൻ കുട്ടിക്കാലത്ത് വളർന്നത് മുഴുവനും എൻ്റെ റിലേഷൻസ് എല്ലാവരും അമ്മാവന്മാർ അമ്മായിമാരൊക്കെ ടീച്ചേഴ്സാണ്. സോ നാച്ചുറലി ഞാനൊരു ടീച്ചർ ഫാമിലിയിലാണ്. പിന്നെ എൻ്റെ അച്ഛൻ നല്ലൊരു ഗുരുനാഥനാണ്. അപ്പോൾ ഇതിലെ ഓരോ സംഭവങ്ങളിലും എൻ്റെ അച്ഛൻ്റെ ഡയലോഗ്സ് വന്നിട്ടുണ്ട്, ഈ റിട്ടൺ സ്ക്രിപ്റ്റിലായാലും പാട്ടിലെ വരികളിലായാലും. അപ്പോൾ കുട്ടികളുമായിട്ടാണ് എൻ്റെ ജീവിതം കുറേ കാലം. ഞാനൊരു 27 കൊല്ലമായിട്ട് ടീച്ചിങ് ഫീൽഡിലാണ്. അപ്പോൾ ആ സമയത്ത് കിട്ടിയ എൻ്റെ ഒരു ഇൻസ്പിറേഷണലായിട്ടുള്ള കുറേ കുട്ടികളുടെ സ്റ്റോറീസും അവരെയും വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ആശയം ഡെവലപ്പ് ചെയ്തു. ഇന്നില്ലാത്തതും നാളെ ഉണ്ടാവേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. പണ്ടുണ്ടായിരുന്നു അത്, അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഈ സ്നേഹം എന്ന വാക്കിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മൂല്യം ഞാൻ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ നിലവിൽ ഇപ്പോൾ ഈ സിനിമ ഇൻ്റർവ്യൂവിൽ വരെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാനും നമ്മളിപ്പം മക്കളൊക്കെ അനുഭവിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈ പടം. നമ്മൾ ഇൻ്റർവ്യൂവിൽ വരെയും കണ്ടപ്പോൾ ഇത്രയും നാളുകളായിട്ട് സാറ് ഇതിലേക്ക് വന്നിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് സിനിമ എന്ന ആക്ച്വലി ഞാൻ നല്ലൊരു റീഡറായിരുന്നു. എൻ്റെ ചേട്ടന്മാർ നല്ല റീഡർഷിപ്പുള്ളതാണ്. അപ്പോൾ അവർ വായിച്ചിട്ട് മറിച്ച് അടയാളം വയ്ക്കുന്ന പുസ്തകങ്ങൾ വായിച്ചാണ് വളരുന്നത്. ശരിക്കും എന്നെ കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന എഴുത്തുകാരും മലയാളത്തിലെ ടോപ്പ് മോസ്റ്റ് എഴുത്തുകാരാണ്. ഒരു പക്ഷേ MT വാസുദേവൻ നായർ സാറിൻ്റെയും മൂന്നൻ സാറിൻ്റെയും സി രാധാകൃഷ്ണൻ സാറിൻ്റെയൊക്കെ ഒരു അഡിക്ഷൻ എന്നിലുണ്ട്. അത് വായിച്ച് തന്നെയാണ് വളർന്നിരിക്കുന്നത്. പിന്നെ കണ്ടത് മുഴുവനും ഹരിഹരൻ സാറിൻ്റെയും ഭരതൻ സാറിൻ്റെയും CB മലയിൽ സാറിൻ്റെയും സിനിമകളാണ്. അപ്പോൾ ആ സിനിമകളിലൂടെയുള്ള ട്രാവലും എന്നെ സിനിമ എന്നൊരു ജ്വരത്തിലെത്തിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണ് തുറന്നപ്പോൾ മുതൽ ഏറ്റവും ആദ്യം ഞാൻ കണ്ടപ്പോൾ ഓർമ്മയുള്ള ശങ്കരാഭരണ. എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള ആ ട്രാവൽ വലുതായിരുന്നു. പിന്നെ ഈ സിനിമകളാണ് സിനിമാക്കാരനാക്കിയത് ആക്ച്വലി. പിന്നെ എഴുതുക എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി അത് എൻ്റെ ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. അതിനെ പ്രലോഭിപ്പിച്ചെടുത്തത് ഒരു ഡിഗ്രി ലെവൽ വന്നപ്പോഴാണ്. അതിനു മുമ്പ് കുട്ടി കവിതകളൊക്കെ എഴുതിയിരുന്നത്. ലിറിക്സ് റൈറ്ററായിട്ടാണ് ആദ്യം ഫീൽഡിൽ വന്നത്. ശരിക്കും 2001 ആദ്യത്തെ ഒരു ടെലിഫിലിം ഇറങ്ങാണ്. അതിൽ പാട്ടുകൾ എഴുതിയാണ് ഞാൻ തുടങ്ങിയത്. പിന്നീട് ഇങ്ങോട്ട് 2005 സംസ്ഥാന സ്കൂൾ യുവജനോത്സവം കലോത്സവമായി മാറിയപ്പോൾ അതിൻ്റെ സ്വാഗതഗാനം ഞാനാണ് എഴുതിയത്. അത് മധുബാലകൃഷ്ണൻ പാടി. ഇപ്പോൾ ഈ സിനിമയിൽ നിങ്ങൾ കേട്ട അതേ മ്യൂസിക് ഡയറക്ടർ ഇതിന് സംഗീതം കൊടുക്കുകയും ചെയ്തു. പിന്നീട് 2006 അലിഭായിലാണ് ആദ്യത്തെ പാട്ട് വരുന്നത്. അത് MG സുകുമാരനാണ് പാടിയ. അനൂപ് കമ്മത്ത് തന്നെയാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ആ 2006 ശേഷം കുറേ സിനിമകളിൽ എഴുതിയെങ്കിലും എല്ലാ സിനിമയൊന്നും റിലീസാവുകയോ അല്ലെങ്കിൽ പോപ്പുലർ ആവുകയോ ചെയ്തില്ല. 2015 ഓഗസ്റ്റ് 21 എൻ്റെ ആദ്യ മൂവി റിലീസ് ചെയ്യുന്നത്, താരകങ്ങളെ സാക്ഷി. അതിൽ 5 ഗാനങ്ങളുണ്ടായിരുന്നു. അതിൽ മധുബാലകൃഷ്ണൻ പാടി അഭിനയിച്ചു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു 9 കൊല്ലം കഴിഞ്ഞ് 2024 ഈ സിനിമ വരുന്നത്, അങ്കിളും കുട്ടികളും. അപ്പോൾ ആ ഒരു ട്രാവൽ വലുതായിരുന്നു. പിന്നെ ഒരു റൈറ്റർഷിപ്പ് ഒരു ഡയറക്ടർഷിപ്പ് മനസ്സിലുണ്ടായിരുന്നുകൊണ്ടാവാം ധൈര്യമായിട്ട് ചെയ്തത്. പിന്നെ സിനിമ കണ്ടു പഠിച്ചതാണ്, ആരുടെ അസിസ്റ്റൻ്റായിട്ടോ ഒന്നും വർക്ക് ചെയ്തിട്ട് പഠിച്ചതല്ല. ഒറ്റ കാര്യം പറയാനുള്ളൂ, സിനിമകൾ കണ്ടിരുന്നു ധാരാളം. നിലവിൽ ഇപ്പോൾ ഈ സിനിമ എത്ര തിയേറ്ററിൽ ഉണ്ട്? നമ്മുടെ 18 സ്ക്രീനിലാണ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇത് ശരിക്കും ഒരു അവാർഡ് ഇത് ഉദ്ദേശിച്ച് ചെയ്തതാണോ? അങ്ങനെയൊന്നുമില്ല. ഇതിന് എനിക്ക് ലഭിക്കേണ്ട അവാർഡ് കേരളത്തിലെ അറ്റ്ലീസ്റ്റ് 1 ലക്ഷം കുട്ടികളെങ്കിലും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പല്ലേച്ച് കുളിച്ച് അവരുടെ പ്രാർത്ഥന ചെയ്ത് അച്ഛനമ്മമാരെ കുമ്പിടുന്ന ആ ഒരു സ്വപ്നം ഈ സിനിമ ഉണ്ടാക്കുമ്പോഴുണ്ട്. അതാണ് എനിക്ക് പ്രേക്ഷകരോടും അല്ലെങ്കിൽ മാതാപിതാക്കളോടും പറയാനുള്ളത്. നിങ്ങളുടെ കുട്ടികളെ അങ്ങനെ വളർത്തൂ, രാവിലെ എഴുന്നേൽപ്പിക്കൂ, അവർ ഉച്ചത്തിൽ പാഠങ്ങൾ വായിക്കട്ടെ എന്നാണ്. ഇതിലുള്ള ആർട്ടിസ്റ്റുകൾ കുട്ടികളൊക്കെ എങ്ങനെയാണ്? ഇതിൽ ആക്ച്വലി സെൻട്രൽ ക്യാരക്ടർ അങ്കിൾ എന്ന ക്യാരക്ടർ ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ മകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ദേശീയ അവാർഡ് ജേതാവ് ആദിഷാണ്. അപ്പോൾ ആദിഷ് പ്രവീൺ എന്ന ദേശീയ അവാർഡ് ജേതാവിൻ്റെ ഒരു മാസ്മരിക പ്രകടനം തന്നെയാണ് അങ്കിളും കുട്ടികളും. പിന്നെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നമ്മുടെ ചിരപരിചിതനായ നന്ദു പൊതുവാള്, എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ശിവാനി സായ, പിന്നെ കുറേ കുട്ടികൾ, അഭിനവ്, സിജിൻ, പിന്നെ
അങ്ങനെ ഒരു നമ്മൾ പേരെടുത്ത് പറയുന്ന കുറേ സിനിമകളിൽ ചെയ്ത കുട്ടികളുണ്ട്. പിന്നെ ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. ഈ സാധാരണ നമുക്കൊക്കെ വലിയ ഹൈ ബഡ്ജറ്റ് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതേ ഒരു ക്വാളിറ്റിയാണ് ഇതിലെ ക്യാമറമാനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നല്ലൊരു അടിപൊളിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. രണ്ട് കാലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഞങ്ങളുടെയൊക്കെ ഒരു ഷൈജു ചേട്ടനാണ് ഇതിലുള്ളത്. ഷൈജു ചേട്ടാ, ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ലൊരു പടമാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കുള്ള ചിത്രങ്ങൾ വളരെ കുറവാണ്. കുടുംബവും കുട്ടിയായിട്ട് അനുഭവങ്ങൾ വരുന്നൊരു ചിത്രമാണത്. ഇത് നല്ല ക്യാമറയാണ്, നല്ല എഡിറ്റിംഗ് ആണ്. ഒരുപാട് സിനിമകളിലൊക്കെ വർക്ക് ചെയ്ത ഷൈജു ചേട്ടൻ ചെറിയ ചെറിയ പടങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ അടുത്തിടയ്ക്ക് ഞാൻ കുട്ടികളായിട്ടുള്ള ഒരു ബേസ് ചെയ്തുള്ള നല്ലൊരു പടം കണ്ടത് ഇതുവരെ ഇതാണ്. നല്ല എഡിറ്റിംഗ് ആണ്. പഴയ എക്സ്പീരിയൻസ് ഉള്ള രാജുൽ സാറാണ് എഡിറ്റ്. ക്യാമറ പുതിയ ആളാണെങ്കിൽ നല്ല ക്യാമറ വർക്കാണ്. പടം സ്ലോ അല്ല, നല്ലൊരു മൂവ്മെൻറ്റിലാണ് പടം പോകുന്നത് അല്ലേ? അതെ അതെ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറുടെ പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ചിത്രമായിട്ട് തോന്നിയത്. നല്ല അടിപൊളിയായിട്ട് ഓടട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി പടം എന്ന് തന്നെ പറയാം. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ പെരുമ്പാവൂർ, അതുപോലെ കായംകുളം, അതുപോലെ തൊടുപുഴ ഏരിയയിലെ സ്കൂളുകളിലെ കുട്ടികളും ടീച്ചേഴ്സും കൂടെ തുടർച്ചയായി വരുന്നുണ്ട്. അവർ ബൾക്ക് ബുക്കിംഗ് ആയിട്ട്. അപ്പോൾ അവർ ആദ്യത്തെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് അവരുടെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അവർ വിട്ട് അവരുടെ 1-2 ടീച്ചേഴ്സ് സിനിമ കണ്ടതിന് ശേഷമാണ് അവർ എഗ്രി ചെയ്തത്. എപ്പോഴും ഒരു കാഴ്ചയ്ക്ക് ശേഷമായിരിക്കുമല്ലോ കുട്ടികൾക്ക് കാണാമോ, കാരണം പേരൻസിനോട് പറയുമ്പോൾ. അപ്പോൾ അത് നല്ലൊരു വൈബായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നത്തിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഇതുപോലെ ഈ സിനിമ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് കിട്ടുന്നുണ്ട്. ഓരോ ദിവസം കാഴ്ചക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇത് പിടിച്ചിടാനോ അല്ലെങ്കിൽ ഇത് 100 സ്ക്രീനിൽ റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനത്തിനല്ല ഈ പടം ചെയ്തിരിക്കുന്നതും ഈ പടം കൊണ്ടുപോകുന്നു. പക്ഷേ റിലീസ് ചെയ്ത കേന്ദ്രങ്ങളിലെല്ലാം ആദ്യത്തെ വീക്കിൽ ഒരു മോശവും പറയാത്ത ഒരു പുതുമുഖങ്ങളുടെ പടമാണെങ്കിൽ കൂടി ഒരു മോശവും പറയാത്ത ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. തുടർന്നും അങ്ങോട്ട് ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഈ കുട്ടികൾ വരുന്നത് ഇപ്പോൾ എവിടെ നിന്നൊന്നും പറയാൻ പറ്റാത്ത, കാരണം സ്കൂളുകളിൽ നിന്ന് കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഫോൺ കോളുകൾ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അപ്പം അത് നല്ലൊരു വൈബാണ്, നല്ല സന്ദേശമാണ്. ഇതിൽ ഞാൻ വച്ചിരിക്കുന്ന ഹാഷ്ടാഗ് സ്നേഹം പ്ലസ് ദൈവം = ഗുരു എന്നാണ്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിജയങ്ങളും ഉണ്ടാവട്ടെ. ഇനിയും സിനിമ ചെയ്യാനും അതുപോലെ അതിൽ അഭിനയിക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. എവിടെയായിരുന്നു? വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു എല്ലാവരോടും നല്ലൊരു അഭിനയമായിരുന്നു.